ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ എത്രയൊക്കെ ആവറേജ് ഒക്കെ ആവശ്യം വരാറുണ്ട് എന്നൊക്കെയാണ്. എഗെയിൻ ഇതും ഓരോ പേഷ്യൻറ്റിനനുസരിച്ചിട്ടും വ്യത്യാസം വരും. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും ചില പേഷ്യൻസിന് കൂടുതൽ, പ്രത്യേകിച്ചും ഇപ്പോൾ പൊണ്ണത്തടിയൊക്കെ ഉള്ള ആൾക്കാരിൽ. ഇൻസുലിൻ കുറേയൊക്കെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ആ ഇൻസുലിൻ അതിൻ്റെ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മേ ബി മെറ്റ്ഫോമിൻ പോലത്തെ മരുന്നുകൾ കിട്ടാൻ തന്നെ നല്ല റിസൾട്ട് കാണും. നല്ലോണം മെലിഞ്ഞ ശരീരപ്രകൃതിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ ചിലപ്പോൾ വേറെ ടൈപ്പ് ആയിരിക്കും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസിനേക്കാളും ഇൻസുലിൻ്റെ അളവിൻ്റെ കുറവ് തന്നെയായിരിക്കും അവിടെ കൂടുതൽ വരുന്നുള്ള അസംഷനിൽ നമ്മൾ അങ്ങനെ ഇടും. പിന്നെ മരുന്നുകൾ പല ക്ലാസ്സിലുള്ള മരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് ഇട്ട് അത് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് വിചാരിച്ച രീതിയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരും. ചിലപ്പോൾ പേഷ്യൻസിന് ഇൻസുലിൻ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേണമെങ്കിൽ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം തന്നെ അതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് കട്ട് ഓഫ് ഒന്നും ഇല്ല. പേഷ്യൻറ്റിൻ്റെ ജീവിതശൈലിയിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ വരുന്നത്, അവരുടെ ജോലി എന്താണ്, അവർക്ക് എത്ര ചെയ്യാൻ പറ്റും, ഒരു ഷുഗർ ലെവൽസ് എന്താണ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക.